ബംഗളൂരു യശ്വന്തപുര റെയിൽവേ സ്റ്റേഷനിലാണ് 7 മണിക്കുള്ള മംഗലാപുരം ഗോമതേശ്വര എക്സ്പ്രസ് ട്രെയിനിൽ ഹാസനിലേക്ക്. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വിൻഡോ സൈഡ് എങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് ഇതുവരെ ശ്രമിച്ചിട്ടില്ല. യെഡിയൂരു, ഈ സ്റ്റേഷൻ്റെ പേര് കാണുമ്പോൾ മുൻ കർണാടക മുഖ്യമന്ത്രിയെ ഓർമ്മ വരുന്നു. ഹാസൻ റെയിൽവേ സ്റ്റേഷനിൽ ഹസൻ എന്നാണ് ഞാൻ ഉച്ചരിച്ചിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ ട്രെയിനിൽ കൂടെ ഉണ്ടായിരുന്ന സഞ്ചാരികൾ ഹാസൻ എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇവിടെ നിന്നും 38 കിലോമീറ്റർ ദൂരം ബേലൂർ. കർണാടക സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഹോട്ടൽ മയൂര വേലാപൂരിയിലായിരുന്നു എൻ്റെ താമസം. ഓഫ് സീസൺ ആയതുകൊണ്ട് മുറി വാടക പകുതി. ഞാൻ ഉൾപ്പെടെ 4-5 താമസക്കാർ. ഏറ്റവും ബുദ്ധിമുട്ട് രാവിലെ ബംഗളൂരു മുതൽ ഇവിടെ എത്തുന്നത് വരെ മഴ പെയ്തിരുന്നു എന്നതാണ്. 11:30 ഞാൻ റൂമിൽ പ്രവേശിച്ചു. മഴയുടെ സാധ്യത അറിഞ്ഞിട്ട് ഉച്ചഭക്ഷണം കഴിഞ്ഞ് ബേലൂർ എന്ന പഴയ വേലാപൂരിയിലേക്ക്. ബേലൂർ എത്തിയാൽ ചെന്നകേശവ ക്ഷേത്രത്തിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് വിജയനഗര സാമ്രാജ്യത്തിലെ ഗവർണറായിരുന്ന 16-ാം നൂറ്റാണ്ടിൽ ബംഗളൂരു എന്ന മഹാനഗരം വികസിപ്പിച്ച കർണാടക സംസ്ഥാനത്തിൽ ധാരാളം സ്മാരകങ്ങളുള്ള ഗംബഗൗഡയുടെ പ്രതിമയാണ്. ഇവിടെ നിന്നും ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലേക്ക് ഗോപുരത്തിലേക്ക് 1/2 കിലോമീറ്റർ ദൂരം. ചെറിയ ചാറ്റൽ മഴ. എൻ്റെ ബാക്ക് പാക്കിൽ എപ്പോഴും ഒരു കുടയുണ്ടാകും. അതിപ്പോൾ ഉപകാരമായി. ചാറ്റൽ മഴയിൽ 5 നിലകളുള്ള ക്ഷേത്രഗോപുരം കാണാനൊരു ഭംഗിയാണ്. രാജഗോപുരത്തിലൂടെ അകത്ത് പ്രവേശിച്ചാൽ പ്രധാന ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തായി ഒത്ത ഉയരത്തിലുള്ള ഒരു കരിങ്കൽ തൂണ് കാണാം. കന്നഡ ഭാഷയിൽ ഗുരുത്വാകർഷക കൊമ്പ എന്ന് പറയപ്പെടുന്ന ഗ്രാവിറ്റി പില്ലർ 42 അടിയോളം ഉയരമുള്ളത് ഒറ്റ കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതാണ്. അതിശയകരമായ കാഴ്ച, 20 മൂലകളുള്ള കരിങ്കൽപ്പാളികൾ പാകിയ തറയിൽ നടുക്ക് 4 ചതുരശ്ര അടി വലിപ്പമുള്ള ഒരു കല്ലിൽ ഒരു വിധത്തിലുള്ള താങ്ങുമില്ലാതെ വെച്ചിരിക്കുന്നു എന്നതാണ്. വീരബല്ലാല രണ്ടാമൻ, വിഷ്ണുവർദ്ധൻ രാജാവിൻ്റെ കൊച്ചുമകൻ്റെ കാലത്ത് നിർമ്മിച്ച ക്ഷേത്രകുളം. ഈ കുളത്തിനോട് ചേർന്ന് ഭണ്ഡാരപ്പുരയും അടുക്കളയും പ്രവർത്തിച്ചിരുന്നു. ചെന്നകേശവ ക്ഷേത്രം എന്ന പേരിൽ ലോകപ്രസിദ്ധമാണെങ്കിലും ബേലൂരിലെ സാധാരണ ജനങ്ങൾ വിജയനാരായണ ക്ഷേത്രം എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടത്തിൻ്റെ വശങ്ങളിൽ കാണുന്ന സിംഹത്തിനെ വാളുപയോഗിച്ച് നിയന്ത്രിക്കുന്ന സ്ത്രീരൂപങ്ങൾ ഹൊയ്സാല രാജ്യത്തിൻ്റെ മുദ്രയായിരുന്നു. മനോഹരമായ ആനയുടെ രൂപം, ഒരു യഥാർത്ഥ ആനയെ ഉത്സവ സമയങ്ങളിൽ അണിയിച്ചൊരുക്കുന്ന വിധത്തിൽ ഈ കൽപ്രതിമയിൽ കൊത്തുപണികൾ ചെയ്തിരിക്കുന്നു. 1110 ഹൊയ്സാല രാജാവ് വിഷ്ണുവർദ്ധൻ അധികാരത്തിൽ വരുന്നു. 1117 നിർമ്മാണം ആരംഭിച്ച ഈ ക്ഷേത്രം 1140 അദ്ദേഹത്തിൻ്റെ മരണം വരെ നിർമ്മാണം തുടർന്നു. നിർമ്മാണം പൂർത്തിയാക്കുന്നത് വിഷ്ണുവർദ്ധ രാജാവിൻ്റെ മകൻ നരസിംഹൻ ഒന്നാമൻ, കൊച്ചുമകൻ വീരബല്ലാല രണ്ടാമൻ എന്നിവരുടെ കാലത്താണ്. 103 വർഷം വേണ്ടി വന്നു നമ്മൾ ഇന്ന് കാണുന്ന വിധത്തിൽ ഈ ക്ഷേത്രം മുഴുമിപ്പിച്ചെടുക്കുവാൻ. ജക്കനാചാരി എന്ന വാസ്തുശില്പി മൃദുക്കല്ല് എന്ന സോഫ്റ്റ് സ്റ്റോണിൽ നിർമ്മിച്ച ക്ഷേത്രം. കർണാടകയിലെ തുംകൂർ ഭാഗങ്ങളിൽ ലഭ്യമായ ഈ കല്ല് ഉപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കുഴിച്ചെടുക്കുമ്പോൾ ഇഷ്ടാനുസരണം രൂപമാറ്റം വരുത്താൻ സാധിക്കുമെങ്കിലും അന്തരീക്ഷത്തിലെ സമ്പർക്കം മൂലം പിന്നീട് കഠിനമായി തീരുന്നതാണ്. കണ്ണാടി പോലെ മിനുക്കിയെടുക്കാൻ സാധിക്കുന്ന കല്ല്. പ്രധാന കവാടത്തിൻ്റെ 2 വശങ്ങളിലും മുകൾ ഭാഗത്തുമുള്ള സൂക്ഷ്മമായ ചിത്രപ്പണികൾ കാണുമ്പോൾ കല്ലിൽ വിസ്മയം തീർത്ത നമ്മൾ കാണാത്ത ശില്പികളെ നമസ്കരിക്കണം. മദനിക അല്ലെങ്കിൽ ശിലാബാലിക എന്നറിയപ്പെടുന്ന നാട്യഭാവത്തിൽ അടയാഭരണ വിഭൂഷിതകളായ 4 ദർപ്പണസുന്ദരികൾ. ശ്രീകോവിലിന് മുമ്പിലുള്ള 4 പ്രധാന തൂണുകളുടെ മുകളിലെ അതിശയ കാഴ്ചകൾ. 10 അടി വ്യാസവും 6 അടി ആഴവുമുള്ള താഴികക്കുടം. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവയുള്ള താമരമുട്ടാണ് നടുഭാഗം. ചുറ്റും രാമായണ കഥ വിവരിക്കുന്ന ചിത്രപ്പണികൾ. 4 വശങ്ങളിലും 40 ചെറിയ താമരകൾ വീതം 4 തൂണുകളുടെയും വെളിയിലുള്ള മേൽക്കൂരയിലെ ചിത്രപ്പണികൾ. ജയവിജയ എന്നറിയപ്പെടുന്ന ശംഖ് ചക്ര ഗദാപത്മധാരികളായ മഹാവിഷ്ണു അവതാരങ്ങളെ ദ്വാരപാലകരായി മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്നു. മോഹിനിയുടെ രൂപത്തെ ഗൈഡ് വർണ്ണിക്കുന്നു.
Look at the crown. Look at the eyebrows. Looks like a bow. Look at the eyes. Looks like a fish. Look at the eyes. Looks like a fish. Okay. Look at the nose. Is 1/3 of the face. Look at 1/3 of the face, and the face is 1/7 of the body. Look at the narrow shoulder. Look at the breast closed and elevated. Look at the waist, just measure of your palm. Okay. Huge hips, and look at the toe bent with the feet. And the second toe of the feet is longer than the first one. According to the Hindu mythology, Okay. if the ladies of the second toe is longer, she is very lucky. Lucky. She is very lucky. Super. And very charming, and followed by she will dominate in the family. Right. She will command in the family. Yes. She is also ശ്രീകോവിലിൻ്റെ പ്രവേശന കവാടത്തിൻ്റെ മുകൾ ഭാഗത്തെ ചിത്രപ്പണികൾ. ഒരു തൂണിൻ്റെ മുകളിൽ ടയറിൻ്റെ രൂപത്തിലുള്ള നിർമ്മിതി. സാദൃശ്യമുള്ള ഒരു തൂണ് പോലും നമുക്കിവിടെ കാണാൻ കഴിയില്ല. ഇതാണ് ഇവിടുത്തെ വിശ്വവിഖ്യാതമായ കൽത്തൂൺ. 1381 വിജയനഗര രാജാവായ ഹരിഹര രണ്ടാമൻ്റെ കാലത്ത് നിർമ്മിച്ചത്. ഈ തൂണിൻ്റെ മുകളിലും താഴെയും ഉരുണ്ട ചെറിയ കല്ലുകളാൽ താങ്ങി നിർത്തിയിരുന്നു. അതിനാൽ ഈ തൂണിനെ കൈകൊണ്ട് നമുക്ക് കറക്കാമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം നിർമ്മിച്ച കാലത്തോ പിന്നീടെപ്പോഴോ സംഭവിച്ച കാര്യം. ഇപ്പോൾ ഈ തൂൺ കറങ്ങുകയില്ല. സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കാൻ ആർക്കിയോളജിക്കൽ സർവേയുടെ ഗൈഡുകൾ എടുത്തു പറയുന്നുവെന്ന് മാത്രം. ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന വിടവിൽ മുമ്പ് ബോൾ ബെയറിംഗ് പോലെ ചെറിയ ഉരുണ്ട കല്ലുകൾ കാണാമായിരുന്നുവെന്നും പിന്നീട് ആ കല്ലുകൾ പൊട്ടിപ്പോയി എന്നും പറയപ്പെടുന്നു. ഏറ്റവും വിചിത്രമായ ചിത്രപ്പണികളാൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അത്ഭുത തൂൺ. ചെന്നകേശവ എന്നാൽ സുന്ദരനായ കേശവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ ആദ്യകാല തലസ്ഥാനമായിരുന്ന വേലാപൂരി എന്ന ഇന്നത്തെ ബേലൂർ യാഗച്ചി എന്ന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ അമ്മൂമ്മമാർ പാചകത്തിന് ഉപയോഗിച്ചിരുന്ന കൽച്ചട്ടി നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടിരിക്കും. കൽച്ചട്ടി നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന അതേ കല്ലാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിനും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കാണുന്ന നിർമ്മിതിയിലെ ഏറ്റവും താഴെയുള്ള വരിയിലെ ആനയുടെ രൂപങ്ങളൊന്ന് ശ്രദ്ധിക്കൂ.
പരസ്പര സ്വാമ്യമില്ലാത്ത 650 ആനരൂപങ്ങൾ ഈ ക്ഷേത്രത്തിന് ചുറ്റുമായി നിർമ്മിച്ചിരിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ നരസിംഹ അവതാരത്തിൽ ഹിരണ്യകശിപുവിനെ വധിച്ച് കുടൽമാലകൾ കഴുത്തിൽ അണിയുന്ന കല്ലിൽ നിർമ്മിച്ച ചിത്രപ്പണി. മരുത്വാമല എടുത്തു വരുന്ന ഹനുമാൻ. ബാലി സുഗ്രീവ യുദ്ധം. വലതുവശത്തെ ചിത്രപ്പണികളിൽ ഹെൽമറ്റ് ധരിച്ച പോലെ ഒരു കവചം കാണാം. അന്നത്തെ കാലത്ത് ഹെൽമറ്റ് ഉണ്ടായിരുന്നോ? കല്യാണമഹൽ എന്നറിയപ്പെടുന്ന കൽമണ്ഡപം. രാജഭരണകാലത്ത് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ, നൃത്ത സംഗീത പരിപാടികൾ എന്നിവ നടന്നിരുന്നത് ഇവിടെയാണ്. ഇന്ന് വളരെ ലഘുവായ 50-ൽ താഴെ ആളുകൾ പങ്കെടുക്കുന്ന വിവാഹ ചടങ്ങുകൾക്ക് സൗജന്യമായി നൽകി വരുന്നു. ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ കല്യാണ മണ്ഡപം. പ്രധാന ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്തായി വിഷ്ണുവർദ്ധന രാജാവിൻ്റെ പത്നി ശാന്തളാദേവി നിർമ്മിച്ച കപ്പെ ചെന്നിഗരായ എന്ന വിഷ്ണു ക്ഷേത്രം. പ്രധാന ശില്പികൾ തുങ്കൂറിലെ ക്രിഡാപുര എന്ന ഗ്രാമത്തിലുള്ള ജനകാചാരിയും അദ്ദേഹത്തിൻ്റെ പുത്രൻ ധനകാചാരിയും ആയിരുന്നു. പ്രധാന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ അതേ രൂപത്തിൽ ചെറിയ പ്രതിഷ്ഠ. വൈഷ്ണവാചാര്യനായ രാമാനുജാചാര്യ 1117 ഹൊയ്സാല സന്ദർശിച്ച് വിഷ്ണുവർദ്ധന രാജാവിന് വിഷ്ണു മഹാത്മ്യം പറഞ്ഞു കൊടുക്കുന്നു. ഇതിൽ ആകർഷണനായി അതുവരെ ജൈനമത തത്വചിന്തകനായിരുന്ന രാജാവ് ഹിന്ദു മതത്തിലേക്ക് മാറി വിഷ്ണു പൂജ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ പത്നി ശാന്തളാദേവി ഇതിനോട് യോജിക്കാതെ ജൈനമത വിശ്വാസം അനുസരിച്ച് പൂജകൾ നടത്താൻ നിർമ്മിച്ച ക്ഷേത്രമാണ് കപ്പെ ചെന്നിഗരായ എന്ന ഈ ക്ഷേത്രം. കപ്പെ ചെന്നിഗരായ എന്ന ഈ ക്ഷേത്രത്തിൽ ചെന്നകേശവൻ്റെ ചെറിയ പ്രതിഷ്ഠയും വേണുഗോപാല പ്രതിഷ്ഠയുമാണ് ഉള്ളത്. ഇവ കൂടാതെ ഉപക്ഷേത്രങ്ങളായി ഗണേശ, സരസ്വതി, ലക്ഷ്മി നാരായണ, ലക്ഷ്മി ശ്രീധര, ദുർഗ എന്നിങ്ങനെയും. ചെന്നകേശവ ക്ഷേത്രത്തിനും കപ്പെ ചെന്നിഗരായ ക്ഷേത്രത്തിനും പൊതുവായ ഒരു പ്രത്യേകത, 2 ക്ഷേത്രങ്ങളും 6 അടി ഉയർന്ന 32 മൂലകളുള്ള തറയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2 ക്ഷേത്രങ്ങളിലെയും പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവിൻ്റെ ചെന്നകേശവ അവതാരമായതിനാൽ പ്രധാന ക്ഷേത്രത്തിൽ മാത്രം പൂജകൾ നടക്കുന്നു. കപ്പെ ചെന്നിഗരായ ക്ഷേത്രം വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്നു. 1343 തമിഴ്നാട്ടിലെ മധുരയിലുണ്ടായ യുദ്ധത്തിൽ വീരബല്ലാല രണ്ടാമൻ കൊല്ലപ്പെട്ടതിന് ശേഷം 400 വർഷത്തോളം ചെന്നകേശവ ക്ഷേത്ര സമുച്ചയം പൂജകളില്ലാതെ അടച്ചിട്ടിരുന്നു. ഹൊയ്സാല രാജ്യ പ്രൗഢിയും ഇതോടെ അവസാനിച്ചു. ഹൊയ്സാല കാലഘട്ടം എന്നത് AD 1000 മുതൽ 1346 വരെയായിരുന്നു. ഇക്കാലയളവിൽ 958 കേന്ദ്രങ്ങളിലായി 1500-ൽ പരം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതായി പറയപ്പെടുന്നു. 14-ാം നൂറ്റാണ്ടിൽ ഡൽഹി ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യാധിപനായ മാലിക് കഫൂർ ഹൊയ്സാല സാമ്രാജ്യവും തലസ്ഥാനവും ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഈ പ്രദേശം വിജയനഗര ഭരണത്തിലായി. ചെന്നകേശവ പ്രധാന ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു ഉപദൈവ ക്ഷേത്ര മേൽക്കൂരയാണിത്. തടിയിൽ കടഞ്ഞെടുത്ത അതേ മനോഹാരിതയിൽ കല്ലിൽ കൊത്തിയുണ്ടാക്കിയ മേൽക്കൂര. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്കായി ഗ്രാവിറ്റി പില്ലറിൻ്റെ അടുത്ത് നിർമ്മിച്ച ജലസംഭരണി. സൗമ്യനായകി ക്ഷേത്രത്തിന് മുമ്പിലുള്ള കൽമണ്ഡപം. ഇതും വിജയനഗര കാലഘട്ടത്തിൽ നിർമ്മിച്ചത്. ദൂരെ കാണുന്നത് സൗമ്യനായകി ക്ഷേത്രം എന്ന മഹാലക്ഷ്മി ക്ഷേത്രം. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച സൗമ്യനായകി ക്ഷേത്രത്തിലേക്ക്. ഇവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ക്ഷേത്രഭരണ സമിതിയുടെ തീരുമാനമാണ് ശ്രീകോവിലുകളിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കരുത് എന്ന്. എന്നാൽ അതിൻ്റെ പേരിൽ ഇവിടെ കർശന നിയന്ത്രണങ്ങൾ ഒന്നും തന്നെയില്ല. എല്ലാ ക്ഷേത്രങ്ങളുടെയും ശ്രീകോവിലിന് മുമ്പിൽ വൃത്താകൃതിയിൽ ഉയർന്ന ഒരു ഭാഗം കാണാം. ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പ്രത്യേക പൂജകളാണ് ഇവിടെ നടത്തുക.
ആണ്ടാൾ ക്ഷേത്രത്തിൻ്റെ പുറമേ നിന്നുമുള്ള കാഴ്ചകൾ. 12 ഹിന്ദു കവി സന്യാസിമാരിൽ ഒരു സന്യാസിനിയായിരുന്നു നാച്ചിയാർ എന്നും ആൾവാർ എന്നും അറിയപ്പെട്ടിരുന്ന ആണ്ടാൾ. ദക്ഷിണേന്ത്യയിലെ പ്രധാന വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം ആണ്ടാൾക്കും പ്രത്യേക ക്ഷേത്രമുണ്ടായിരുന്നു. ഇവിടെ അടച്ചിട്ടിരിക്കുന്നു. ഒരു താമര കമഴ്ത്തി വെച്ചതുപോലെ ചെന്നകേശവ ക്ഷേത്രത്തിലെ ബലിക്കല്ല്. ഗരുഡ പ്രതിഷ്ഠ ചെന്നകേശവനെ ഭക്തി പുരസ്സരം തൊഴുതുകൊണ്ട് നിൽക്കുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സൈന്യാധിപനായിരുന്ന ജനറൽ സാലറും സൈന്യവും നടത്തിയ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിക്കുകയും കത്തിക്കുകയും ചെയ്ത കവാടം. 1397 വിജയനഗര രാജാവായ ഹരിഹര രണ്ടാമനാണ് ക്ഷേത്രം നന്നാക്കിയതും പുതിയ ഗോപുരം നിർമ്മിച്ചതും. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ക്ഷേത്രത്തിൻ്റെ താഴത്തെ നിലകൾ സംരക്ഷിക്കാനായി ശ്രീകോവിലിന് മുകളിലെ ഇടിഞ്ഞു വീഴാറായ ഗോപുരം നീക്കം ചെയ്തു. ക്ഷേത്ര ഉത്സവത്തിന് ചെന്നകേശവൻ എഴുന്നള്ളുന്ന രഥം പുറത്തെടുക്കുന്ന സമയത്ത് ബേലൂരിലെ ഒരു മുസ്ലിം സഹോദരൻ ഖുറാൻ പാരായണത്തോടെ തേര് നയിക്കുന്നു. ആർക്കിയോളജി വകുപ്പിൻ്റെ മ്യൂസിയവും യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രവുമായ ചെന്നകേശവ ക്ഷേത്രം. കാഴ്ചകളും വിവരണങ്ങളും ഇഷ്ടമായോ? ഹൊയ്സാല സാമ്രാജ്യത്തിൻ്റെ ചരിത്രം അന്വേഷിച്ച് രണ്ടാമത്തെ തലസ്ഥാനമായ ദ്വാരസമുദ്ര എന്ന ഹലേബീഡുവിലേക്ക് അടുത്ത വീഡിയോയിൽ.